ആപൂര്യമാണം അചലപ്രതിഷ്ഠം സമുദ്രം ആവഹ യദ്വത് പ്രവിശന്തി തദ്വത് സർവേ കാമ യം പ്രവിശന്തി സഹ ശാന്തി ആപ്നോതി. കാമകാമി ന ആപ്നോതി. ആപൂര്യമാണം ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, ആപൂര്യം നാനാഭാഗങ്ങളിൽ നിന്നും ജലം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. സമുദ്രത്തിലേക്ക് എല്ലാ ഭാഗത്തു നിന്നും വെള്ളം ഒഴുകി വരും. എല്ലാ വെള്ളവും ഒഴുകി വരും. അങ്ങനെ നിറഞ്ഞിരിക്കുന്ന അചലപ്രതിഷ്ഠമായ സമുദ്രം. ഭാരതീയ സങ്കല്പമൊക്കെ അനുസരിച്ച് സമുദ്രത്തിനും ജീവനുണ്ട്. ജലത്തിനാണ് ഏറ്റവും വലിയ ജീവൻ. അതുകൊണ്ട് ജലത്തെ ജീവനമെന്ന് പറയും ഭാരതീയർ. ജലം കൊണ്ടാണ് മോചനം കിട്ടുന്നത്. ഭാരതീയർ മാത്രമല്ല, സ്നാപകനും ഇങ്ങനെയാണ് വിചാരിച്ചിരുന്നത്. ജലം മാത്രമാണ് സങ്കല്പങ്ങളെ പേറുന്നത്. നീ മുക്തനാണ് എന്ന് ജലം കൊണ്ടാണ് സങ്കല്പിപ്പിക്കാവുന്നത്. ജലത്തിലേക്കൊരു സന്ദേശം കൊടുത്താൽ ജലം അത് പ്രാവർത്തികമാക്കും. ഇതാണ് ഭാരതീയ ചിന്ത. അതുതന്നെയാണ് സ്നാപകന്റെയും ചിന്ത. ജ്ഞാനസ്നാനം അതിനുള്ളതാണ്. പക്ഷെ സ്നാനം ചെയ്യിപ്പിക്കുന്നവനും ചെയ്യുന്നവനും സങ്കല്പമുണ്ടാകും. എങ്കിലവൻ ജ്ഞാനത്തിൽ തന്നെയാണ് സ്നാനം ചെയ്യുന്നത്. ജ്ഞാനമാണ് ജലമെന്നറിയണം. ജലം പരിശുദ്ധമാണ് എന്ന് വിചാരിച്ച് പൈപ്പിൽ നിന്ന് കുടിക്കുമ്പോൾ അതിലെ അണുക്കളൊക്കെ മാറിപ്പോകും. ഡിസ്റ്റിൽ ചെയ്തെടുത്ത ജലവും കുപ്പിയിലായതുകൊണ്ട് അണുക്കളുണ്ടോ എന്ന് സംശയിച്ച് കുടിക്കുന്നവൻ രോഗിയുമാകും. കാരണം ജലത്തിന്റെ പരലുകൾ ഭാവനാതലങ്ങളെ ഉൾക്കൊള്ളുന്നവയാകുന്നു. ഞാൻ പ്രായോഗികമായാണ് പറഞ്ഞത്, സങ്കല്പമല്ല പറഞ്ഞത്. നിങ്ങളുടെ സയൻസ്. ജലീയ പരലുകൾക്ക് വ്യത്യസ്തത പൂർണ്ണമാണ്. ജലീയ പരലുകൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എന്നറിയില്ല. സ്കൂളിൽ പഠിച്ചിട്ടുണ്ടോ? ഇല്ല, പഠിച്ചതാണ്. ജലത്തെ പരലാക്കുന്നത് പഠിച്ചിട്ടില്ലേ? ഫ്രീസറിനകത്ത് പഠിച്ചിട്ടില്ല. പരലീകരണം, ക്രിസ്റ്റലൈസേഷൻ ഓഫ് വാട്ടർ. ഇല്ല. ജലത്തിന്റെ ക്രിസ്റ്റലുകൾക്ക് സമാനതയില്ല, വിഭിന്നങ്ങളാണ്. പഠിച്ചിട്ടില്ല. ഒരേ പാത്രത്തിൽ നിന്ന് ജലമെടുത്ത് ആ ജലം വ്യത്യസ്ത ക്രിസ്റ്റലുകളാക്കിയാൽ അവ ഒരുപോലെ ഇരിക്കുന്നില്ല. പഠിച്ചിട്ടില്ല? പഠിച്ചിട്ടില്ല? കെമിസ്ട്രി നിങ്ങളുള്ള സ്കൂളിലൊക്കെ പോയി ഉള്ള പ്രൊഫസർമാരുടെ ഒക്കെ അടുക്കിരുന്ന് ഉള്ള പുസ്തകം മുഴുവൻ വായിച്ച് പഠിച്ച് ഉള്ള പരീക്ഷ മുഴുവൻ എഴുതി ഡിഗ്രി ആയിട്ടെത്തി. പഠിച്ചത് നിങ്ങൾ, പറയേണ്ടത് ഞാൻ. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. എന്തൊരു കഷ്ടമാണെന്ന് ആലോചിച്ചു. നിങ്ങൾ പഠിച്ച സാധനമാണ്. പരീക്ഷ എഴുതിയതാണ്. ഓർമ്മയില്ല? രാമേശ്വരത്ത് പോയിരുന്നെങ്കിൽ രവി, നീ കെമിസ്ട്രി അല്ലടാ, MSc PSc മാത്രമല്ല ഇത് ക്രിസ്റ്റലീകരിക്കുന്ന പണിയല്ലായിരുന്നോടെ അവിടെ ലാബിൽ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്.
ലാബിന്റെ ചീഫല്ലായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ലാബിന്റെ ചീഫ് അല്ലേ? കുറച്ചു കാലമെങ്കിലും ചീഫല്ലായിരുന്നു. അതെ, തന്തയെ കണ്ടിരുന്നെങ്കിൽ കത്തിയും കൂടും വാങ്ങിച്ചു കൊടുത്ത് രാമേശ്വരത്ത് വിടുന്നതിനെ പറ്റി ആലോചിക്കാം. പഴനിയിലോ അല്ലേ? അപ്പോ ക്രിസ്റ്റലുകൾ, പരലുകൾ വ്യത്യസ്തങ്ങളാണ്. എന്തുകൊണ്ട് ഇവ വ്യത്യസ്തമാണ്? അവരുടെ സമീപത്തുള്ള മനസ്സുകളുടെ ഭാവനയെ ജലം സ്വീകരിക്കുന്നു. ഇതാണ് പ്രാചീന പരിപ്രേക്ഷ്യം. അതുകൊണ്ട് ആ പ്രാചീനർ കുളിക്കുന്നതിന് മുമ്പ് വെള്ളം എടുത്തിട്ട് ഗംഗേ യമുനേ ജൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിയും കുരു എന്ന് പറഞ്ഞാൽ സന്നിധിയും കുരുവാണ്, സംശയമില്ല. ഇൻ പ്രാക്ടീസ് ശബ്ദം ജലം കേൾക്കും. ഇത് ഞാൻ ഒന്ന് പറഞ്ഞതാണ്. ഇതുകൊണ്ടാണ് അച്ഛനിലെ ജലമായ ബീജവും അമ്മയിലെ ജലമായ ആർത്തവവും സംയോജിക്കുമ്പോൾ അച്ഛനമ്മമാരുടെ ഭാവന പോലെ കുഞ്ഞ് ജനിക്കുന്നത്. അതിനിടയിൽ രോഗത്തിന്റെ ഭാവന വന്നുപോയാൽ രോഗം, അതിനിടയിൽ ഒടിഞ്ഞതിനെ കണ്ടാൽ ഒടിഞ്ഞ ഭാവന വന്നാൽ ഒടിഞ്ഞ്, മുറിഞ്ഞതിന്റെ ഭാവന വന്നാൽ മുറിഞ്ഞ്, ആ ഭാവനയാണ് ജനിപ്പിക്കുന്നതെന്നുള്ളത് കൊണ്ടാണ് പൗരാണികർ കുമ്പളങ്ങ മുറിക്കരുതെന്ന് പറഞ്ഞത്, ബോൺസായി കാണരുതെന്ന് പറഞ്ഞത്. ഈ ജലീയ തത്വത്തിലേക്ക് നിങ്ങൾ എന്തെല്ലാം ഭാവനകളാണോ അർപ്പിക്കുന്നത്, ആ ഭാവന പോലെ ജനിക്കുന്നു. ഓരോ ആഴ്ചയിലും വയറ് പരിശോധിച്ച്, ഓരോ ആഴ്ചയിലും ആന്തരാവയവങ്ങൾ പരിശോധിച്ച്, ഓരോ ആഴ്ചയിലും ചോദ്യങ്ങളും ചോദിച്ച് അതിന്റെ ഉത്കണ്ഠകൾ അച്ഛനമ്മമാർക്ക് കൊടുത്ത് ഡോക്ടറാകുന്ന അതിനെ എടുക്കേണ്ട ബിഷഗ്വരന്റെ ഭാവനയിൽ ഈ കുഞ്ഞിന്റെ തല ശരിയാകാൻ ഇടയില്ല, ഇതിന്റെ കാല് ശരിയാകാൻ ഇടയില്ല, ഇടയില്ലാത്തതിന്റെ ഭാവനയിലും സംസ്കാരത്തിലൂടെ പോകുമ്പോൾ അങ്ങനെയുള്ളതിനെ തന്നെ കിട്ടുന്നു. മനസ്സിലായില്ല? ഈ ജലം ഭാവനയ്ക്കനുസരിച്ച് രൂപാന്തരപ്പെടുന്നു. വൈദ്യശാസ്ത്രവും വൈദ്യന്മാരും അതിന്റെ ഗ്രന്ഥങ്ങളും അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ അമ്മമാർക്ക് നേരവും ഇല്ലാതിരുന്ന വെള്ളം കോരി പാത്രം തേച്ച് പഠിക്കാമെടുത്ത് കഷ്ടപ്പെട്ട് ജീവിച്ച കാലങ്ങളിൽ, തന്നിലെ ഗർഭത്തിന്റെ ഭാവന മനോഹരമായി സൂക്ഷിച്ച കാലങ്ങളിൽ മനോഹരനായ കുഞ്ഞിനെ പ്രസവിച്ചിരുന്നു. യു കാൻ ഫോളോ. മനസ്സിലായില്ല? കലലം, ബുദ്ബുദം, കർക്കേന്ദു, ഈ അവസ്ഥകളിലൊക്കെ ഭാവനയ്ക്ക് പ്രാധാന്യമുണ്ടെന്ന് ഉപനിഷത്ത്. കുഞ്ഞിന്റെ ഭാവനയാണ് നിന്റെ കുഞ്ഞ്. നിന്റെ ഉത്കണ്ഠയിൽ നിന്നാണ് നിന്റെ കുഞ്ഞിന്റെ രോഗങ്ങൾ ഉണ്ടാകുന്നത്. അപ്പൊ ജലം സമുദ്രമായാലും കിണറായാലും കുളമായാലും കുടത്തിലെ വെള്ളമായാലും അതിലെല്ലാം ജീവന്റെ ചേഷ്ടകളെ മുഴുവൻ സംഭരിച്ചിട്ടുണ്ട്. ജലത്തിന് അതുകൊണ്ട് അമിത പ്രാധാന്യവുമുണ്ട്. ശക്തമായ സങ്കല്പങ്ങളിലൂടെ ജലം എല്ലാത്തിനും പരിഹാരമാക്കാനും കഴിയും. എല്ലാ മതങ്ങളും ജലത്തിന്റെ ഈ അവാച്യമായ അനുഭൂതി വിശേഷത്തെ അംഗീകരിച്ചിട്ടുമുണ്ട്. വീടുകൾ ശുദ്ധമാക്കാൻ മതത്തിന്റെ ചടങ്ങുകളിലെല്ലാം ജലത്തിന് പ്രാധാന്യമുണ്ട്. റൈറ്റ്? ശരിയല്ല? ശരിയല്ല?
വെഞ്ചരിപ്പിലും പുണ്യാഹത്തിലുമൊക്കെ ജലം ശരിയല്ല. അല്ല, ജലത്തിൽ സങ്കല്പിച്ചാൽ വീഞ്ഞുണ്ടാവും. ജലം എല്ലാ സൃഷ്ടിയുടെയും അധിഷ്ഠാനമായതുകൊണ്ട് എന്തിനേയും ജലത്തിൽ നിന്നുണ്ടാക്കാം. സൃഷ്ടിക്കാൻ കരുത്ത് വേണമെന്ന് മാത്രം. ഇന്ന് എനിക്കോ നിങ്ങൾക്കോ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അറിവ് പോരെന്ന് മാത്രം അർത്ഥം. പൊരുത്തപ്പെടുവോ? ആപൂര്യമാണമായ സമുദ്രം കുറെ കൂടായി. എല്ലാ ഭാഗത്തു നിന്നും എല്ലാ സന്ദേശങ്ങളെയും വഹിച്ചെത്തിയ ജലം. അതിൽ അറിവിന്റെ എല്ലാ അങ്കുരങ്ങളുമുണ്ട്. മലമുകളിലെ ചെടികളുടെ സ്വഭാവവിശേഷങ്ങളും അതിൽ കുളിച്ച ആളുകളുടെ സ്വഭാവങ്ങളും അവരുടെ ഭാഷയും വ്യാകരണവും എല്ലാം വഹിച്ച് എല്ലാ ജലവും എത്തിയ സമുദ്രം ആപൂര്യമാണമാണ്. നാല് ഭാഗത്തു നിന്നും വന്ന ആ ജലം പൂർണ്ണമാണ്, പൂര്യമാണ്, നിറഞ്ഞിരിക്കുന്നതാണ്. നാനാഭാഗത്തു നിന്നും നിറഞ്ഞിരിക്കുന്നതും അചലപ്രതിഷ്ഠം, സ്ഥിരമായി നിൽക്കുന്നതും ഏറ്റക്കുറച്ചിലില്ലാത്തതും സമുദ്രം. ആ സമുദ്രത്തിൽ ആപഹ, പല നദികളിൽ നിന്നുള്ള ജലം യദ്വത് എപ്രകാരമാണോ പ്രവേശിക്കുന്നത്, പല ഭാഗത്തു നിന്നും വന്ന് പ്രവേശിക്കുന്നുവോ അതുപോലെ തദ്വത് അപ്രകാരം സർവേ കാമായം പ്രവിശന്തി, സകല കാമങ്ങളും വിഷയങ്ങളും, സർവേ കാമാ, സകല വിഷയങ്ങളും, ഇന്ന വിഷയമില്ല, ഏതുമെന്തും യം പ്രവിശന്തി, ഏതൊരു മുനിയിൽ പ്രവേശിക്കുന്നുവോ. ഈ ചരാചര ജഗത്തിലെ സമസ്ത വിഷയങ്ങളും ഏതൊരു മുനിയിൽ സമുദ്രത്തിൽ ജലമെന്ന പോലെ പ്രവേശിക്കുന്നുവോ, സഹ അവൻ ശാന്തി ആപ്നോതി, പരമശാന്തിയെ പ്രാപിക്കുന്നു.